സമയം രാവിലെ 6:15 കഴിഞ്ഞ് വന്നുടനെ ചായ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഞാൻ മാവ് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉപ്പിട്ട് മാറ്റിയിട്ട് ദോശയ്ക്ക കൂടെ തക്കാളി ചട്നി. അങ്കുവിന് ടിഫിന് തക്കാളി ചട്നി ഒത്തിരി ഇഷ്ടമാണ്, അപ്പോൾ ദോശയും തക്കാളി ചട്നിയും കൊടുത്തു വിടാമെന്ന് വെച്ചു. അപ്പോൾ കുറച്ച് എണ്ണ ഒരു കടായിട്ടേക്ക് ഒഴിച്ചിട്ട് 2 സവാള ഒന്ന് വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് വഴറ്റി, പിന്നെ മുളക് പൊടിയും കായപ്പൊടിയും മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്ത് നന്നായി ആറിയതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാൻ ഇങ്ങനെ തക്കാളി ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്കുവിൻ്റെ ഫേവറേറ്റ് ആണ്, ഈ ടേസ്റ്റ് അവന് ഒത്തിരി ഇഷ്ടമാണ്. മാവൊന്ന് കലക്കി കുറച്ചൊന്ന് മാറ്റി ഉപ്പിട്ടെടുത്തു, കാരണം മുഴുവൻ ഞാൻ മാവ് ഉപ്പിട്ടെടുക്കുന്നില്ല, ഉപ്പിട്ടാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ കേടാവും. അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് ഉപ്പിട്ടിട്ട് ദോശ പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ്. 2 ദോശ അവന് ചുട്ട് വെക്കുന്നുണ്ട്. എണ്ണയും നെയ്യും ഒന്നും ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം അത് മുരണ്ടു പോകും. അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ പെട്ടെന്ന് 2 ദോശ അവന് ടിഫിനിലേക്ക് മാറ്റി. ഫ്രൂട്ട്സ് ബ്രേക്കിന് ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സാണ്, സോൾട്ടഡ് കാഷ്യൂ നട്ട്സ് ഉണ്ടായിരുന്നു, അതായിട്ട് കൊടുക്കുന്നത്. നമ്മുടെ തക്കാളി ചട്നിയും പാത്രത്തിലൊഴിച്ച് പാക്ക് ചെയ്തു. അങ്ങനെ അവൻ്റെ ടിഫിൻ ബോക്സ് പാക്ക് ചെയ്തെടുത്തു. അങ്കുവിനിപ്പോൾ രാവിലെ എഴുന്നേക്കാൻ ഭയങ്കര മടിയാണെന്നേ. പണ്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വലിയ പാടാണ്, നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കണം. അവൻ്റെ ടിഫിനും വെള്ളമൊക്കെ പാക്ക് ചെയ്ത് ഞാൻ വെച്ചു. ഇതിനിടയ്ക്ക് അവനെ കുത്തിപ്പൊക്കി പല്ല് ഏൽപ്പിച്ച് റെഡിയാക്കണ്ടേ. അതൊക്കെ രാക്കയുടെ സെക്ഷനാട്ടോ, രാവിലെ അവനെ കുത്തി എഴുന്നേപ്പിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു രാവിലെ അടുക്കളയിലൊരു അംഗം. ചെയ്തു തുടങ്ങിയാൽ പിന്നെ നമ്മളങ്ങ് ചെയ്തുകൊണ്ടേയിരിക്കും കേട്ടോ. ആദ്യത്തെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് റെഡി ആയിക്കോളും. അതുകൊണ്ട് ഇപ്പം ഞാൻ രാവിലെ വന്ന ഉടനെ അങ്ങ് ചായ ഇടും. ചായ ഒരെണ്ണം കുടിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു എനർജി കിട്ടുമല്ലോ. ചില ദിവസം നമുക്ക് അധികം വേണ്ട, പെട്ടെന്ന് രാവിലെ വേണ്ടെന്നുണ്ടെങ്കിലേ ഉള്ളൂ കുറച്ച് പതുക്കെ ഇടുന്നത്. അങ്കു ടിഫിനും വെള്ളമൊക്കെ പാക്ക് ചെയ്ത് അവൻ ഇറങ്ങി. ഇപ്പോൾ അവന് സ്കൂളിൽ പോകാനും ഭയങ്കര മടിയാണ്. നമ്മുടെ പുതിയ വീടിൻ്റെ മുൻവശം സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഒരു കിളിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്ക് സൈഡിൽ കൂടെ ഇപ്പോൾ പോകുന്നത്, കാരണം അവിടെയാണ് വണ്ടി വരുന്നത്. അവിടെ ആയിരുന്നു നേരത്തെ വണ്ടി വന്നുകൊണ്ടിരുന്നത്, നമുക്കിപ്പോൾ കുറച്ചും കൂടെ എളുപ്പമായി. ഞാൻ പെട്ടെന്ന് ബാൽക്കണിയിലോട്ട് വന്നപ്പോൾ അവൻ പോയി കഴിഞ്ഞു കേട്ടോ. പിന്നെ പെട്ടെന്ന് രാക്കയും ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങി. വീണ്ടും ബാക്ക് ടു റൂട്ടീൻ. അതേ റൂട്ടീനിലോട്ട് ഓൾമോസ്റ്റ് തിരിച്ചു വന്നു കേട്ടോ. നമ്മുടെ വണ്ടി ഇപ്പോൾ ജനലിൽ നിന്നാണ് കാണാം, രാക്കെ കയറുന്നതും പോകുന്നതൊക്കെ. നേരത്തെ ഒന്നും കാണാനേ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ പോകുന്നതല്ലേ നമുക്ക് മുകളിൽ നിന്നാണ് കാണാൻ പറ്റത്തുള്ളായിരുന്നു. ഇതിപ്പോൾ സാധനങ്ങളൊക്കെ കാറിൽ വെച്ചാലും പെട്ടെന്ന് നമുക്ക് തന്നെ എടുത്തുകൊണ്ട് വരാം. നേരത്തെ അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഈ സ്റ്റെപ്പ് കയറുന്ന ആ ഒരു ബുദ്ധിമുട്ടായിരുന്നു മെയിൻലി. ഇതെല്ലാം താഴെ കുറേ പോസിറ്റീവ്സും ഉണ്ട്, പിന്നെ കുറച്ച് നെഗറ്റീവ്സ് എന്ന് വെച്ചാൽ ഈ ഇഴജന്തുക്കളൊക്കെ പെട്ടെന്ന് കയറാൻ താഴെ എളുപ്പമാണ്. അതൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ മതി. വേറെ പ്രത്യേകിച്ച് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. പിന്നെ താഴെ ആയതുകൊണ്ടൊരു സന്തോഷമാണ്, നമുക്ക് സ്റ്റെപ്പ് കയറണ്ടല്ലോ എന്നുള്ളത്. ഇതിനിടയ്ക്ക് നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് കേട്ടോ. നമ്മുടെ കിച്ചൺ ബാൽക്കണിയിലാണ് ഇപ്പോൾ നല്ല വെയിൽ വരുന്നത്, അപ്പോൾ ഇവിടെ നീത്ത് വിരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രണ്ടിലും ഒരു അയ കെട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നമുക്ക് വിരിക്കാവുന്നേ ഉള്ളൂ. വിൻ്റർ സീസൺ ആകുമ്പോഴത്തേക്കും വിൻ്റർ സെക്ഷൻ ക്ലോത്ത്സ് എല്ലാം അങ്ങോട്ട് വിരിച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ മറ്റേ ബാൽക്കണിയിൽ അത്യാവശ്യമുള്ള തുണികളും അതിനും അയ കെട്ടിയിട്ടുണ്ട്, വിരിക്കാമല്ലോ. അങ്ങനെ ലഞ്ച് ഉണ്ടാക്കാനായിട്ട് കയറി പെട്ടെന്ന് ഒരു ലഞ്ച് ഉണ്ടാക്കി എടുക്കുക കേട്ടോ. ചൊരക്ക ഇരിപ്പുണ്ടായിരുന്നു, വലിയ ചൊരക്കയായിരുന്നു. അതിൽ നിന്ന് പകുതി എടുത്ത് കുറച്ച് നമ്മുടെ ചെറുപയറും കൂടി ഇട്ടിട്ട് ഒരു ഒഴിച്ചുകറി പോലെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു, അത് നമ്മുടെ തേങ്ങയൊക്കെ ഇട്ട് ഒരു തോരൻ പോലെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഉറച്ച് വെച്ച തൈരുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് ലഞ്ച്. കുറച്ച് പച്ചക്കറി ഒക്കെ ചേർത്തൊരു ലഞ്ച് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനിയും കുറച്ച് പണികളുണ്ട് ഇതിൻ്റെ പുറവശം, കാരണം കുറച്ച് ഒതുക്കലും കൂടെ ഒക്കെ ഉണ്ടേ. കള്ളമില്ലാത്തൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും കഷ്ടപ്പെട്ട ദിവസങ്ങൾ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അത്രയ്ക്ക് പണിയായിരുന്നു, ശരിക്കും നടു ഒടിഞ്ഞു. നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരുവിധമൊന്നും ഒതുങ്ങിയിട്ടുണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ ഇനിയും കുറച്ച് കാര്യങ്ങളുണ്ട്. മെയ്ഡ് പോയതിനു ശേഷം വീണ്ടും കിച്ചണിൽ ബാക്കി ജോലികൾ ചെയ്യുകയാണ്. ഞാൻ ആദ്യമായിട്ടല്ല വീട് മാറുന്നത്. ആദ്യം ഞങ്ങൾ കുറച്ച് നാൾ പഞ്ചാബിലുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ഡൽഹി ബോർഡറിലോട്ട് മാറിയപ്പോൾ അന്നൊക്കെ കുറച്ച് സാധനങ്ങളേ ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയില്ല ഇത്രയും കഷ്ടപ്പെട്ടതായിട്ട്. അതിനുശേഷം പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, നമ്മുടെ പഴയ വീട്ടിലോട്ട്. അപ്പോഴും ഒട്ടും കഷ്ടപ്പാടുണ്ടായിരുന്നില്ല, എനിക്ക് ഓർമ്മയില്ല ഇത്രയും കഷ്ടപ്പെട്ടത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കറിയത്തില്ല, എൻ്റെ ദൈവമേ, അത്രയ്ക്ക് കഷ്ടപ്പെട്ടു പോയി ഞാൻ. ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല. എനിക്ക് ശരിക്കും പേടിയാണ് ഇപ്പോൾ ഷിഫ്റ്റിങ്ങിന് കേൾക്കുന്നത് തന്നെ.
ഒരു ട്രോമ പോലെ ആയി കേട്ടോ. ഇതാണ് കള്ളമില്ലാത്തൊരു സത്യം. അങ്ങനെ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ നമ്മുടെ ചൊരക്കയുടെ കറിയും അടച്ച് 2-3 വിസിൽ കൊണ്ട് അത് വെന്ത് കിട്ടും. പിന്നെ ക്യാബേജ് ഒന്ന് കടുകും മുളകും ഒക്കെ പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം തോരൻ്റെ. എന്നിട്ടൊന്ന് പൊത്തി വെച്ച് അടച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് ഒന്ന് ചിക്കി എടുത്താൽ മതി. അപ്പോൾ ആവി മാറിയിട്ട് നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുഡും കൂടെ നല്ല രീതിയിൽ എന്തെങ്കിലും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ വീണു പോകുന്നൊരവസ്ഥയായിപ്പോയി. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുറത്തുനിന്നൊക്കെ എത്രയെന്ന് പറഞ്ഞ് കഴിക്കുകയെ. ഇവിടുന്നൊക്കെ നമ്മൾ വാങ്ങിച്ചൊക്കെ കഴിച്ചു. പക്ഷേ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതൊരു സമാധാനമല്ലേ. ഇത് ഞാൻ ഉറച്ചു വെച്ച തൈര്, ഒരുപാട് പാലിരിപ്പുണ്ടായിരുന്നു. നല്ല തൈര് കിട്ടി. വെണ്ണയും നെയ്യൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടേസ്റ്റ് വേറെ ഇല്ലേ. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതൊക്കെ മാറ്റിയിട്ടല്ലേ അവർ തരുന്നത്. അങ്കു അങ്ങനെ സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷനും കഴിഞ്ഞിട്ട് വന്നിട്ട് ബാഡ്മിൻ്റന് പോവാ കേട്ടോ. സ്വിമ്മിങ്ങിന് പോകുന്നില്ല. കാരണം ചെവിക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് സ്വിമ്മിങ്ങിന് കുറച്ച് ദിവസത്തേക്കിന് വിടുന്നില്ല. സ്കൂളിലും ഞാൻ പറഞ്ഞു പോകണ്ടാന്ന്. ബാഡ്മിൻ്റൺ ക്ലാസ്സിന് എന്തായാലും അങ്ങ് പോകും. എന്തെങ്കിലും ഒരു എക്സസൈസ് വേണമല്ലോ. പിന്നെ ഇതെന്താണെന്നറിയാമോ, നമ്മൾ അന്നൊരു കല്യാണത്തിന് പോയാൽ ഞാനൊരു വ്ളോഗിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ അവിടുന്ന് റിട്ടേൺ ഗിഫ്റ്റ് തന്നെ, അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സ്വീറ്റ്സിൻ്റെ ബോക്സാണ്. അപ്പോൾ എല്ലാ കല്യാണങ്ങൾക്ക് ഇവിടെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവർ റിട്ടേൺ ഗിഫ്റ്റായിട്ട് ഇങ്ങനെ സ്വീറ്റ് ബോക്സ് തരും. അപ്പോൾ അത് ഞാനൊന്ന് തുറന്ന് കാണിക്കാം. ഇതായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ ആ സ്വീറ്റ് ബോക്സ് എന്ന് പറയുന്നത്. എല്ലാ സ്വീറ്റ്സ് ആട്ടോ, പലതരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ, പിന്നെ ആ വെർമസലി പോലെ കുനാഫ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പറയത്തില്ലേ, അപ്പോൾ അതുപോലെ ഒരു സംഭവമുണ്ട്. ആ സാധനം വെച്ചാൽ അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. പിന്നെ മറ്റേതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സും ബദാമും ടൂട്ടി ഫ്രൂട്ടി നമ്മുടെ കാഷ്യൂസൊക്കെ ഉണ്ടാക്കിയത് എല്ലാം ഓൾമോസ്റ്റ് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ. പിന്നെ ഈ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് ഏതോ ഒരു സൈസിലെ ലഡുവാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വീറ്റ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ അതേ നമ്മുടെ നെയ്ബറിൻ്റെ വീട്ടിൽ ചെടിച്ചട്ടിയിൽ വെച്ചേക്കുന്ന ആൽമരമാണ്. കുറേ ചെടികളുണ്ട് കേട്ടോ. ഗുജറാത്തീസാണ് അവർ. പുള്ളിക്കാരി ഞാൻ വന്ന് 2 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഗുജറാത്തിലോട്ട് പോയി. സാർ അവിടെ ഉണ്ട്, IT ഹെഡാണ് ഇവിടുത്തെ. രാക്കയ്ക്ക് ഇവിടുത്തെ യൂണിഫോം കിട്ടിയത് ഞാൻ പറഞ്ഞല്ലോ. രാക്കയുടെ യൂണിഫോം ഉണ്ട് ഇവിടെ. അപ്പം ഇതാണ് അവർക്ക് കൊടുക്കുന്ന യൂണിഫോം. വിൻറ്റേഴ്സിലും ഇതുപോലെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി വരട്ടെ എന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഇവിടുത്തെ പ്ലാൻ ഹെഡ് മുതൽ താഴെയുള്ള എല്ലാവർക്കും യൂണിഫോം ഇത് തന്നെയാണ്. ഡിന്നറിന് നമുക്കിന്ന് പുട്ടും ചിക്കൻ കറിയും കേട്ടോ. അപ്പോൾ അതേ പുട്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ചിക്കൻ കറിക്കായിട്ട് കുക്കറിൽ എണ്ണ ഒഴിച്ചു. സവാള 2 ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില ഇതൊക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടാണ് ഞാൻ ചതച്ചെടുത്തത് കേട്ടോ. അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. പിന്നെ കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു തക്കാളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ബേസിക് മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഒന്ന് പച്ചമണം മാറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. രാക്കെ ഫ്രണ്ടിലത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. നേരത്തെ ഞങ്ങൾ ബോൺലെസ് ഇല്ലേ, അത് കുറച്ച് ദൂരെ പോയി വാങ്ങണം. അപ്പോൾ ഇതിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമ്മുടെ ഗ്രേവിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുറുക്കിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഗ്രേവിയാക്കി ഇത് എടുത്തിട്ടുണ്ട്. പുട്ടിനല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. നമ്മൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ വരെ വന്ന ഒരു റോഡ് ട്രിപ്പും അതുപോലെ തന്നെ കേരളത്തിലെ വിശേഷങ്ങളും എല്ലാം ഞാൻ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ കേരളത്തിൽ നിന്ന് തിരിച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്ന റോഡ് ട്രിപ്പാട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യം ഞങ്ങൾ നിർത്തിയത് നമ്മുടെ കോഫി ഹൗസിലാണ്, ഇന്ത്യൻ കോഫി ഹൗസ്. നമ്മുടെ ജജറിലും ഉണ്ട് ഒരു കോഫി ഹൗസ്. പക്ഷേ ഈ ടൈപ്പിൽ ഫുഡൊന്നും അവിടെ കിട്ടത്തില്ല. അപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്ന മാക്സിമം കഴിച്ചിട്ട് പോവാണ്. ഞാനൊരു ബീഫ് ഓംലെറ്റാണ് വാങ്ങിയത് കേട്ടോ. നല്ല ഹെവി ആയിരുന്നു അത്. അങ്കുവിന് പൊറോട്ടയും ബീഫ് കറിയും വാങ്ങിച്ചു കൊടുത്തു. ഇനി ഇതൊന്നും അങ്ങോട്ട് പോയി കിട്ടാത്തതുകൊണ്ടാണ് വാങ്ങിച്ചത്. രാക്കെ വെജ് കട്ട്ലറ്റും വാങ്ങിച്ചു, നോൺ വെജ് കട്ട്ലറ്റും വാങ്ങിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ ഇതങ്ങ് തീർക്കും. സോസും കൂടെ, അവരുടെ സോസ് ബീട്രൂട്ടൊക്കെ ചേർക്കുന്നതുകൊണ്ട് നല്ല കളറല്ലേ കോഫി ഹൗസുകാരുടെ. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഭയങ്കര ഹെവി ആയിരുന്നു ഞാൻ വാങ്ങിച്ച ഓംലെറ്റ്. കൂടാതെ ഒരു ഫ്രൈഡ് റൈസും കൂടെ ഓർഡർ ചെയ്തിരുന്നു. വേണ്ടായിരുന്നു എന്ന് തോന്നി, അത്ര ഹെവി ആയിപ്പോയി ഫുഡ്. അങ്കു പിന്നൊരു കോൾഡ് കോഫിയും, ഞാനൊരു ലൈറ്റ് ചായ പറഞ്ഞപ്പോൾ ഒത്തിരി ലൈറ്റ് ആയിപ്പോയി. രാക്കേക്ക് ഒരു സാധാ മീഡിയം ചായയും. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മുടെ കേരളം വിട്ട് നമ്മൾ മെല്ലെ പോവുകയാണ്. ഇനി ഈ ഒരു ഭംഗിയൊന്നും അങ്ങോട്ട് കിട്ടത്തില്ല. മൊത്തത്തിൽ അങ്ങോട്ട് മാറുക. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും കുതിരാൻ ടണൽ കാണിച്ചു, തിരിച്ചു വരുമ്പോഴും ടണൽ. അങ്ങനെ പാലക്കാട് എത്തി. ആക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നല്ലോ. തിരിച്ചു പോകുമ്പോൾ കുറച്ച് വിഷമത്തോടുകൂടിയാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് പിന്നെ തമിഴ്നാട് കയറും. അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ കഴിയാണ്. നമ്മുടെ പ്രകൃതി ഭംഗി എന്തായാലും കുറച്ച് ഇറങ്ങി ഇന്നൊന്നും നോക്കിയിട്ടാണ് വീണ്ടും കയറുന്ന കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, രാക്കേക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് പോയല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും നമ്മുടെ യാത്ര അങ്ങനെ തുടങ്ങി. തിരിച്ച്
കേരളത്തിൽ നിന്ന് നോർത്ത് ഇന്ത്യയിലേക്കുള്ള റോഡ് ട്രിപ്പ് നമ്മുടെ കാറിൽ. നമ്മൾ കേരളത്തിലോട്ട് വന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി കണ്ട നമ്മുടെ ക്രോസ് റോഡും ലുലു മോളും പാലക്കാട്ട്, അത് കാണുമ്പോൾ ഒരാക്കേക്ക് ഇപ്പം സംസാരമേ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ KSRTC ബസ്സുകളും, ഇതൊക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ മിസ്സാവുമല്ലോ. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഒരു വിഷമം തന്നെയാണ്. തിരിച്ച് അവിടെ നിന്ന് നാട്ടിലോട്ട് വരുമ്പോൾ ഉള്ള സന്തോഷവും വേറെയാണ്. ഞങ്ങൾ തമിഴ്നാട്ടിൽ പോകുന്ന വഴിക്ക് MDS എന്ന് പറഞ്ഞ് കുറേ ഔട്ട്ലെറ്റുകൾ കണ്ടു. നേരത്തെ ഞങ്ങൾ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. അപ്പോൾ അവിടെ തന്നെ നിർത്തിയപ്പോൾ കുറേ പേസ്ട്രീസും കുറേ ബേക്കറി ഐറ്റംസും കണ്ടു. നേരത്തെ ഞങ്ങൾ വാങ്ങിച്ച് കഴിച്ച് പരിചയമുള്ളതുകൊണ്ട് എന്തായാലും അങ്ങനത്തെ ഒരു ഔട്ട്ലെറ്റിൽ നിർത്തിയിട്ടുണ്ട്. എനിക്ക് പേര് പോലും അറിഞ്ഞൂടാത്ത കുറേ കേക്കുകളും കുറേ സ്നാക്സുകളും എന്തൊക്കെ വേണോ അതൊക്കെ ഇവിടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഒന്ന് വീക്ഷിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കാരണം നമുക്ക് പോകുന്ന വഴി കുറച്ച് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് അധികമൊന്നും വാങ്ങുന്നില്ല. കാരണം ഇതെന്തായാലും നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ കേടാവും. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം മാക്സിമം ഇരിക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ഒരു ദിവസമെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ലെന്നേ. ശരിക്കും തമിഴ്നാട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ബേക്കറി സെക്ഷനേ അങ്ങ് കഴിയും. പിന്നെ വേറെ തരത്തിലുള്ള സ്വീറ്റ്സും നമ്മൾ കഴിച്ച് ശീലിച്ചല്ലേ നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടത്തുള്ളൂ. അപ്പോൾ കേരളം തമിഴ്നാട് ആ സ്വീറ്റ്സ് നമുക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതല്ലേ. പേസ്ട്രിയൊക്കെ തന്നെ, അതായത് കേക്കൊക്കെ തന്നെ ഒത്തിരി വ്യത്യാസമാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ. എന്തായാലും കണ്ട ആ ഒരു ഇതിൽ ഞാൻ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത്, കാരണം നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ കഴിക്കുന്ന സാധനങ്ങളും പ്രത്യേക ഒരു മണവും ഒരു അന്തരീക്ഷവും, കുറേ ആളുകളുണ്ടായിരുന്നു, പുറത്തിരിപ്പുണ്ടായിരുന്നു, അകത്തിരിപ്പുണ്ടായിരുന്നു. ചിക്കൻ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത് കണ്ടോ. ഇതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. MDS എന്നാണ് ഈ ബേക്കറിയുടെ പേര്. ഇതുപോലത്തെ ഒരുപാട് ഔട്ട്ലെറ്റുകൾ തമിഴ്നാട്ടിൽ, കോയമ്പത്തൂർ കയറുമ്പോൾ അങ്ങോട്ട് കാണാം കേട്ടോ. ഡിന്നർ ശരിക്കും ഞങ്ങൾ തമിഴ്നാട്ടിലെ ഒരു തട്ടുകടയിൽ നിന്ന് ദോശയും സാമ്പാറും ചട്നിയും, 2 ടൈപ്പിലെ ചട്നി ഉണ്ടായിരുന്നു, സാമ്പാറും ദോശയും സൂപ്പറായിരുന്നു. അങ്കത്തിന് ഒക്കെ വെച്ചെടുക്കുകയാണ്. നമ്മൾ കോഫി ഹൗസിൽ നിന്ന് കഴിച്ച് നല്ല ഹെവി ആയിട്ടുണ്ടായിരുന്നു. എങ്കിലും ലൈറ്റായിട്ട് കുറച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് കഴിക്കാതെ പോയാലും ശരിയാകത്തില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ദോശയും സാമ്പാർ വാങ്ങി കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ഇനി ഞങ്ങൾ തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും നിൽക്കുകയാണ്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും ഈ ഒരു ഏരിയയിൽ നമ്മുടെ റൂംസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ വിസ്താര എന്ന് പറഞ്ഞൊരു റൂം ഞങ്ങൾ എടുത്തു. അത് നല്ലതായിരുന്നു. അതുപോലത്തെ ഏതെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ പോയി നിൽക്കാം എന്നുള്ള രീതിയിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ കഴിക്കാൻ കയറിയ ആ കടയിലെ കുറച്ച് സാധനങ്ങളാട്ടോ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലും തമിഴ്നാട്ടിലേ ഉള്ളൂ ഇങ്ങനെ ബേക്കറി ഐറ്റംസ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതൊന്നും വാങ്ങിച്ചില്ല. കണ്ണാടിക്കൂട്ടിൽ ഉഴുന്നുവടയും വെട്ടുകേക്കും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് വേറെ ഒന്നും വാങ്ങിക്കാനൊന്നും നിന്നില്ല കേട്ടോ. നമ്മൾ ആ ദോശ 2 കഴിച്ചുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പോകുമ്പോൾ എന്തായാലും ഗ്യാസൊക്കെ കയറിയാലും ബുദ്ധിമുട്ട് ട്രാവൽ ചെയ്യുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് പരിചയമുള്ള ഫുഡാകുമ്പോൾ നല്ലതാണ്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇനി റൊട്ടിയല്ലേ കിട്ടും. അങ്ങനെ ഞങ്ങൾ തപ്പിപ്പിടിച്ച് ഒരു റൂം കിട്ടിയിട്ടോ. ഇങ്ങോട്ട് വന്നപ്പോൾ അതുപോലത്തെ തന്നെ ഒരു ഹോട്ടലാണ്. ഇത് വേറെയാണ്. ഇതിൻ്റെ മെസ്സും ശരവണഭവനാണ്. ശരവണഭവൻ്റെ കൂടെ ചേർന്നൊരു സംഭവമാണിത്. കുഴപ്പമുണ്ടായിരുന്നില്ല. ഹൈവേ നന്നായിട്ട് കാണാം. നല്ല തിരക്കായിട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവർക്ക് പോകാൻ പറ്റിയ ഏരിയ, അല്ലാതെ വലിയ ഹൈഫൈ സിറ്റിയോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ പാടാണ്. ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടാണ് ഇത് കിട്ടിയത്. എന്നാലും നമുക്കൊന്ന് കിടന്നിട്ട് അങ്ങ് പോകാനാണല്ലോ. ഞങ്ങൾ എന്തായാലും റൂം എടുത്തു. റൂം ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ്, വലിയ കുഴപ്പമില്ല. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, രാവിലെ എഴുന്നേറ്റ് പോകാം. ഞാൻ പറഞ്ഞല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ശരവണഭവൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ ഹരിഭവനം എന്ന് പറഞ്ഞ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അത് നോൺ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്നത് കേട്ടോ. നമുക്ക് റൂം സർവീസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങളൊന്നും ഓർഡറൊന്നും ചെയ്യാൻ നിന്നില്ല. കാരണം ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരുന്നതാണ്. ശരവണഭവൻ അടച്ചിട്ടുണ്ടായിരുന്നു. ഹരിഭവനിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഓർഡർ ചെയ്യാമായിരുന്നു. കാരണം രാത്രി 11 മണി വരെ അവിടെ റൂം സർവീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡേ സ്റ്റേ. നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് നമ്മുടെ യാത്ര. വീണ്ടും ഇങ്ങനെ ഓരോ സ്റ്റേറ്റ്സ് ആയിട്ട് ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഡേ സ്റ്റേ നമ്മുടെ തമിഴ്നാട്ടിൽ തന്നെയായിരുന്നു. ഇനി റൂം വെക്കേറ്റ് ചെയ്ത് നേരെ നമ്മുടെ ശരവണഭവൻ്റെ ഹോട്ടലിൽ കയറും, ഫുഡ് കഴിക്കും. അവർക്കൊരു കോംബോ പോലെ നമുക്ക് തരുമെന്നാണ്. നമ്മൾ വേറെ ഓർഡർ ഒന്നും ചെയ്യേണ്ട, എന്തൊക്കെയോ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.